Waiter. Please give me one more drink. Double large. എന്ത് ശല്യമാണ് ഇവിടെ അടങ്ങിയിരിക്കാനും സമ്മതിക്കില്ല. 50-50. Are you Malayali? Yeah. How do you know? എനിക്കും മലയാളം അറിയാം. Oh, wonderful. Please sit down. Now look. If you really want to fight, you must have a drink. What's your name? My purse. Is it not my purse? Yeah. By the by. Natalie. നിന്നെപ്പോലെ ഒരു പെണ്ണിന് കുറച്ചുകൂടി നന്നായിട്ട് ജീവിച്ചുകൂടെ? Don't ask me. It's a sad story. I'm sorry. അപ്പോൾ മാഡലിന്റെ അമ്മ മലയാളിയും അച്ഛൻ ഇവിടുത്തുകാരനുമാണല്ലേ? അതെ. അപ്പോൾ അവരുടെ മരണശേഷം ഇവളെ വളർത്തിയത് നിങ്ങളും? അതെ. ഇന്ന് അവൾ എന്റെ മകള് തന്നെ. ഇത്രയും കാലം ഞാൻ അവൾക്ക് വേണ്ടതെല്ലാം ചെയ്തു. ഇന്ന് എന്നെ പൊറ്റുന്നതും ഈ കുടുംബത്തിന് വേണ്ടതെല്ലാം ചെയ്യുന്നതും അവള് തന്നെയാണ്. ഇത്രയും കഷ്ടപ്പാട് അനുഭവിക്കുന്ന മാഡലിൻ ശരിച്ചു ജീവിക്കുന്ന കാണുമ്പോൾ അതിശയം തോന്നും. എന്നാണ് ഇരിക്കുന്നത്? അച്ഛൻ ഇല്ലാഞ്ഞിട്ടും നിനക്കൊരാളെ അച്ഛനെ പോലെ സ്നേഹിക്കാൻ കിട്ടി. ഞാൻ my past is not at all sweet. Leave it. നമ്മൾ രണ്ടുപേരും ജീവിക്കാൻ തിരഞ്ഞെടുത്ത വഴി ഒന്നാണ്, വളഞ്ഞ വഴി അല്ലേ? അതുകൊണ്ടെന്താ? എന്തുകൊണ്ട് ജീവിതവും നമുക്ക് 50-50 ഷെയർ ചെയ്തുകൂടാ? മാധുരി, I love you. I do. എടോ, എനിക്കൊരു ഐഡിയ. എന്താ? ഇതിപ്പോ എടുത്തുകൊണ്ട് പോയാൽ ആരറിയാനാ? തല തിരിഞ്ഞ വർത്താനൊന്നും പറയണ്ട, തല പോകും. തന്റെ ഐഡിയ ബോസ് അങ്ങനെ അറിഞ്ഞാലുണ്ടല്ലോ. അയാൾ എങ്ങനെ അറിയാനാ? നമ്മൾ രണ്ടും ഒത്തുകഴിഞ്ഞാൽ ഒരാളും അറിയില്ല. അയാള് കാശ് കൊടുത്ത് വാങ്ങിച്ച മുതലൊന്നുമല്ലല്ലോ, കട്ടുകൊണ്ട് വന്നതല്ലേ. നീ ഒന്ന് കണ്ണടച്ചാൽ മതി. ഞാനങ്ങനെ കണ്ണടച്ചാലേ പിന്നെ കണ്ണ് തുറക്കേണ്ടി വരില്ല. വിറ്റ് കിട്ടുന്നതിൽ പാതി നിനക്കും തരാം. എനിക്കൊരു പാതിയും വേണ്ട, മുഴുവനും വേണ്ട. ഒരു ഉപകാരം ചെയ്യാനും മനുഷ്യൻ സമ്മതിക്കില്ലല്ലോ. താനിത് നിർത്തുന്നുണ്ടോ അതോ ഞാൻ നിർത്തണോ? വേണ്ട, ഞാൻ നിർത്താം. ജെയിംസ്, ഈ വാൾ ഉടനെ ബോട്ടിലെത്തിക്കണം. നാളെ ചൈനക്കാരൻ ഷിംചോ ബിസിനസ് സംസാരിക്കാൻ വരുന്നുണ്ട്. ബി കെയർഫുൾ. അവര് വരുന്നുണ്ട്. Hi. Hi. Hey, slowly. That's better. Better. Come on. Oh, come on. Good morning, Mr. Chumcha. Hello, good morning, Mr. Shegu. Welcome aboard my yacht. Thank you. Well, you seem to have a beautiful vessel yourself. Welcome. Please have a seat. Thank you. Well. Oh, wonderful. Beautiful. Oh, marvelous.
This is an Indian royal sword. Do you like it? How much? 2 crores. It's too much. One. All right. Let's forget it. 1.5. Very well. And when are you coming to collect it? Okay. Next week. Same date, same place, same time. Very well. Now it's a deal. See you. This way, please. James? Yes, boss. അപ്പോൾ ബൈ ബൈ. എന്നാണ് നമ്മുടെ വാൻ വരുന്നത്? നാളെ വരും. നാളെ. All right. Hi. Have you got money? I don't have. No, please, you mean, what is it? No! Hey. ഓഹോ, നീ നമ്മുടെ നാട്ടുകാരനാണല്ലേ? കാളിയ ബോസ്, നിന്റെ ബോസിന് ഫോൺ ചെയ്ത് ബിഗ് സ്പ്ലാഷിനോട് ഡോളറുമായി വരാൻ പറയൂ. Hello. Boss, it's for you. Just a minute. Yeah, stay to here. ഹലോ ബോസ്, ഞാൻ സാമുവലാണ് സംസാരിക്കുന്നത്. ബിഗ് ഫ്ലാഷിനടുത്ത് നമ്മുടെ വാൻ തടഞ്ഞു വെച്ചിരിക്കുന്നു. ആരാ? പോലീസാണോ? അല്ല, പിന്നെ ഓ, നമ്മുടെ വാൻ തടഞ്ഞു നിർത്താൻ മാത്രം ധൈര്യമുള്ളവനാരാ? ഞാനാണടാ. What? എന്താ, ഞാനങ്ങനെ വിളിച്ചത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? നിന്റെ എച്ചില് തിന്നുന്നവർക്ക് നീ ബോസ് ആയിരിക്കും, എനിക്ക് നീ ഒരു ചുക്കുമല്ല. Who the hell are you? മലയാളത്തിൽ പറഞ്ഞ എനിക്ക് മനസ്സിലാവും. നോക്ക്, ഞാൻ ആരാണെന്ന് പിന്നെ പറയാം. ബിഗ് സ്പ്ലാഷിന്റെ അവിടെ $1000 കൊണ്ടുവന്നില്ലെങ്കിൽ ചിലപ്പോൾ നിന്റെ അത് മാറിപ്പോവും. നീ എന്നെ പേടിപ്പിക്കാൻ നോക്കുകയാണോ? ഞാൻ ആരാണെന്ന് ഷടാപ്പ്. നന്നായിട്ട് അറിയാം. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ച് സമയം കളയാതെ ഉടനെ ഇവിടെ എത്തണം. ഇല്ലെങ്കിൽ വാനും ദുഃഖിയർ സാധനങ്ങൾ പുട്ടുപോകരുത്. നീ ആവശ്യപ്പെട്ട പണം ഞാൻ ഉടനെ എവിടെ എത്തിക്കും. ഹേർഡ്. അപ്പോൾ വാനിൽ വളരെ വിലപിടിപ്പുള്ള സാധനങ്ങളായിരിക്കും. പിന്നെ ഒരു കാര്യം, വരുമ്പോൾ വേറെ ആളുകളെയും കൂട്ടിക്കൊണ്ടുവന്ന് അതിസാമർത്ഥ്യം കാണിക്കാൻ ശ്രമിച്ചാൽ വാനും അതിലുള്ള സാധനങ്ങൾക്ക് പകരം കുറച്ച് ചാമ്പലായിരിക്കും ബാക്കി. ഓക്കെ? To hell with it.
Hey, you there! Stop it! Well done, my boy. Very well done. എനിക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. Oh, sure. ഇതാ നീ ആവശ്യപ്പെട്ട $. കീഴടങ്ങിയിരിക്കുന്നു. സുധയായിരുന്നു. പിന്നെ ആരാന്നാ വിചാരിച്ചത്? സുധ ഇവിടെ വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അറിയാം. ഹോട്ടലിന്റെ പേര് ബ്ലൂ മൂൺ എന്ന് മാറ്റി പറഞ്ഞാൽ ഞാൻ ആളെ കണ്ടുപിടിക്കില്ല എന്ന് കരുതി അല്ലേ? ഞാൻ ഈ നാട്ടുകാരിയാണ് കേട്ടോ. ഇരിക്കൂ, ഭക്ഷണം കഴിക്കാം. ഞാൻ കഴിച്ചതാ. എന്തെങ്കിലും അല്പം കഴിക്കാം. For the company's sake. Come on. ഓക്കെ. പരിചയമില്ലാത്ത ഈ നാട്ടിൽ വന്നിട്ടും എന്നെ തേടിപ്പിടിച്ച് കമ്പനി തരാൻ ഈ നാട്ടിൽ ആളുകളുണ്ടായല്ലോ. ആളുകളോ? വേറെ ആരാ ഉള്ളത്? വേറെ ആരുമല്ല, എന്റെ സുധ മാത്രം. അതിനെന്തൊക്കെയാണ്? ഫിഷുണ്ട്, ചിക്കൻ ഉണ്ട്, ബ്രെഡ് ഉണ്ട്. പ്ലീസ്, ഇതൊന്നും എനിക്ക് വേണ്ട. എന്തേലും ഡ്രിങ്ക്സ് മതി. ഡ്രിങ്ക്സോ? ഐ മീൻ സോഫ്റ്റ് ഡ്രിങ്ക്സ്. ഓ, ഇതാ. അയ്യോ സോറി. സാരമില്ല. ഞാൻ പോയി ഇതൊക്കെ ഒന്ന് മാറ്റിട്ട് വന്നേക്കാം. സോറി. വെരി ഗുഡ്. സുധാ ഹിയർ. നീ ഇവിടെ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ. നീ പ്രേമിനെ കൂട്ടി ഉടൻ ഹെവൻ പാലസിലെത്തണം. അവനെ അവിടെ എത്തിച്ചിട്ട് നിനക്ക് പോകാം. നീ എന്താ ഒന്നും പറയാത്തത്? നിന്നോട് അവനെ പ്രേമിക്കാനല്ല പറഞ്ഞത്, പ്രേമം അഭിനയിക്കാനാണ്. ഒരു പ്രാവശ്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, സ്ഥലം ഹെവൻ പാലസ്. അണ്ടർസ്റ്റാൻഡ്? സുധ, സുധ, എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല. ഒന്നുമില്ലേ? സുധ എന്താ വല്ലാതിരിക്കുന്നത്? പറയൂ. ഒന്നുമില്ല. ഇന്നെന്താ പ്രോഗ്രാം? വിശേഷിച്ചൊന്നുമില്ല. അപ്പോ നമുക്കൊന്ന് പുറത്തു പോകാം. പോകാം. എങ്ങോട്ടാ?
ഹെവൻ പാലസ്. കാണേണ്ട സ്ഥലമാ. ഹെവൻ പാലസ്, സ്വർഗത്തിന്റെ കൊട്ടാരം. അപ്പോ സുധേനെ നേരെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണോ? സ്വർഗത്തിലേക്കല്ല, നരകത്തിലേക്കായാലും ഞാൻ വരാം. വരും.
My service charge, please. സുധേ, തിരിച്ചു വരുമെന്ന് കരുതിയില്ലല്ലേ? You cheat. ആരുടെ നിർദ്ദേശപ്രകാരമാണ് നീ എന്നെ ഹെവൻ പാലസിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്? ആരുടെയും നിർദ്ദേശപ്രകാരമല്ല. കള്ളം പറയരുത്. ഞാൻ എന്തിനു കള്ളം പറയണം? എന്റെ മുമ്പിൽ നീ അഭിനയിക്കുകയാണ്. നേര് പറ. എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, എത്ര വേണമെങ്കിലും അടിച്ചോളൂ. എന്താ സംഭവിച്ചതെന്നറിയാതെ ഞാൻ ഉള്ളൊരുക്കിയിരിക്കുകയായിരുന്നു. ഏതായാലും തിരിച്ചു വന്നല്ലോ. വന്നു. ഇനി നിന്നിൽ നിന്നും യഥാർത്ഥ കാര്യങ്ങൾ അറിയാതെ ഞാൻ ഇവിടെ പോവില്ല. പറയൂ, എന്താണ് ഉണ്ടായത്? അത് പറഞ്ഞാൽ പറഞ്ഞാൽ Come on, speak out. സുധേ, നിന്റെ അച്ഛനെ നിനക്ക് ജീവനോടെ തിരിച്ചു കിട്ടണമെങ്കിൽ ഇത് ശ്രദ്ധിക്കുക. കഴിഞ്ഞ ദിവസം നിന്റെ അച്ഛനെ അന്വേഷിച്ചു വന്ന പ്രേംകുമാറുമായി നീ സ്നേഹത്തിൽ പെരുമാറുക. എന്നിട്ട് എന്റെ നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിക്കണം. അനുസരിക്കാതിരുന്നാൽ സുധേ, എന്റെ അച്ഛന്റെ ജീവന് വേണ്ടി മാത്രമാണ് പ്രേം ഞാൻ ഇതെല്ലാം ചെയ്തത്. സത്യത്തിൽ ആദ്യം ഞാൻ അഭിനയിക്കുക തന്നെയായിരുന്നു. പിന്നെ ഞാൻ അറിയാതെ തന്നെ പ്രേമിനെ സ്നേഹിക്കുകയായിരുന്നെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ചെയ്ത തെറ്റ് ദയവായി ക്ഷമിക്കൂ. സുധേ, നീ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. അതെ സുധേ, നിന്റെ അച്ഛൻ ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. No, no, നിങ്ങൾ കള്ളം പറയുകയാണ്. No. ഇല്ല സുധേ, ഞാൻ കള്ളം പറയുകയില്ല. എന്നെ നശിപ്പിക്കാൻ വന്നവർ തന്നെയാണ് നിന്റെ അച്ഛനെയും കൊന്നിരിക്കുന്നത്. ഇല്ല, ആരോടും ഒരു തെറ്റും ചെയ്യാത്ത പാവമാണ് എന്റെ അച്ഛൻ. അത് നിന്റെ അഭിപ്രായമാണ്. നിന്റെ അച്ഛൻ സ്മഗ്ലിംഗ് ഗ്രൂപ്പിൽ ഒരു അംഗമായിരുന്നു. പ്രേം, വിലപിടിപ്പുള്ള ഒരു വാൾ അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോകുന്നു. അതേക്കുറിച്ച് അന്വേഷിക്കാനെത്തിയ ഒരു പോലീസ് ഓഫീസറാണ് ഞാൻ. ഇല്ല, ഞാൻ വിശ്വസിക്കില്ല. നിങ്ങൾ കള്ളം പറയുകയാണ്, നിങ്ങൾ കള്ളം പറയുകയാണ്. ഇത് സുധയുടെ അച്ഛൻ്റെതല്ലേ? ധൈര്യമായിരിക്കൂ സുധേ. നിനക്ക് നിന്റെ അച്ഛനോട് സ്നേഹമുണ്ടെങ്കിൽ അദ്ദേഹത്തെ കൊന്നവരോട് പകരം ചോദിക്കുകയാണ് വേണ്ടത്. എന്റെ ലക്ഷ്യവും അത് തന്നെയാണ്. പക്ഷേ അതിന് നിന്റെ സഹായം എനിക്ക് ആവശ്യമാണ്. നിന്റെ സഹായവും സാമീപ്യവും എനിക്ക് എന്റെ ജീവിതകാലം മുഴുവൻ വേണമെന്നുണ്ട്. ചിരിക്കൂ, ചിരിക്കൂ സുധേ.